ഹായ്, ഗ്രീൻ ആപ്പിൾ ചട്നി ഉണ്ടാക്കിയാലോ? ഒരു ഗ്രീൻ ആപ്പിൾ, പിന്നെ നമുക്ക് കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളകായാലും മതി കേട്ടോ, എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ മെയിനായിട്ട് കുറച്ച് ചുവന്നുള്ളി. ഒരാപ്പിളല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കൊരു 3 ചുവന്നുള്ളി എടുക്കാം. ഇത്രയും ആപ്പിൾ ചെറിയ പീസാക്കാം, തോരൊന്നും കളയുന്നില്ലേ, കളഞ്ഞ് അരച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ല അടിപൊളി ചൂട് കഞ്ഞി കുടിക്കാനായിട്ട് പോവാണ്. തേങ്ങ, ചുവന്നുള്ളി, പിന്നെ നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ടേ, ഇത്രയിട്ട് അരച്ചെടുക്കാവേ. നല്ല അടിപൊളി ഗ്രീൻ ആപ്പിൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കൂട്ടി കഞ്ഞി കുടിച്ചാലോ? നല്ല ചൂട് കഞ്ഞി കുടിക്കാൻ പോവാണേ. ലോകത്തിൻ്റെ ഏത് കോണിപ്പോയാലും കഞ്ഞി അത് മലയാളിയുടെ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ചൂട് കഞ്ഞി, അതിൻ്റെ കൂടെ ചുവന്ന ചീര തോരൻ വെച്ചതുണ്ടേ. പിന്നെ നമ്മളുടെ ഗ്രീൻ ആപ്പിൾ ചമ്മന്തി ഒരു സ്പൂണിങ് പോരട്ടെ. പിന്നെ ചെറിയ പച്ച പയറില്ലേ, ചെറുപയർ, അത് തോരൻ വെച്ചതുണ്ട്. പിന്നെ നമ്മളുടെ മീനില്ലാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് നല്ല മുള്ളൻ മീൻ, ഉണക്കമീൻ വറുത്തത്, അതും ഇരിക്കട്ടെ. അടുത്തത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മമ്മിയുടെ കൈപ്പുണ്യം നിറഞ്ഞു തുളുമ്പിയ മാങ്ങാച്ചാർ. അച്ചാറില്ലാതെ കഞ്ഞി കുടിക്കൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാവുമേ. ഇനിയിപ്പം നല്ല ചൂട് കഞ്ഞിയും ചൂടാറാത്ത സ്നേഹം നിറഞ്ഞു തുളുമ്പിയ വിഭവങ്ങളുമായി നമ്മുടെ ഗ്രീൻ ആപ്പിൾ ചട്നി ഉണ്ടല്ലോ. കാന്താരിയുടെ എരിവും ആപ്പിളിൻ്റെ ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. കഞ്ഞിക്കൊന്നും പറയണ്ട, ഇത്ര ഐറ്റംസ് ആയപ്പോഴത്തേക്കുണ്ടല്ലോ. കഞ്ഞി ഒരു സദ്യ പോലെയായി മോനെ, പൊളി ഐറ്റംസ് ആയിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.